ഹായ്, എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. സോ 2024 മോസ്റ്റ് കളർഫുൾ ആയ ലാസ്റ്റ് ഒരു 3 days ആണ് ഈ വ്ളോഗിലുള്ളത്. വലിയ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കംപ്ലീറ്റ് റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചതുകൊണ്ട് തന്നെ അധികം വീഡിയോസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടുന്ന് ഇവിടുന്ന് എടുത്തതായതും സ്നാപ്പും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുത്ത പിക്ചേഴ്സ് എല്ലാം കൂടി കൊളേറ്റ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആസ് എ മെമ്മറി ഫോർ മീ ടു റീവാച്ച് ലേറ്റർ മേ ബി ഇൻ ദി നെക്സ്റ്റ് ഇയർ ഹൗ മൈ 2024 വാസ്. ഐ മീൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻറ്റയർ 2024 ജേർണി അല്ല, അതിൽ ലാസ്റ്റ് സ്പെൻഡ് ചെയ്ത് വണ്ടർഫുൾ ആയ കുറച്ച് 3 ദിവസങ്ങൾ നമ്മുടെ സ്വന്തം ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരിക്കാം. അതല്ലാതെ ഒരു ബ്ലഡ് റിലേഷനും ഇല്ലാതെ നമ്മുടെ ഫാമിലി ആയി പോയ കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പേരെ, കുറച്ച് വേറെ സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. പക്ഷെ ഈ 3 ദിവസം അങ്ങനെ കുറച്ച് പേരുടെ കൂടെ ആണ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്. ആൻഡ് ഈ 3 ദിവസം നമ്മൾ ആക്ച്വലി ഇങ്ങനെ ആവണം, നമുക്ക് അന്ന് അങ്ങോട്ട് പോവാം, ഇന്ന് ഈ ഔട്ട്ഫിറ്റ് ഇടാം, നമ്മൾക്ക് ആ സ്പോട്ടിൽ പോവാം, അങ്ങനെ ഒരു പ്ലാനും ഇല്ലാതെ പോയതാണ്. ഫസ്റ്റ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഓൺ ഫാമിലിയുടെ കൂടെയാണ്. അപ്പൊ നമ്മുടെ അളിയന്റെ സിസ്റ്റർ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഡാൻസ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യായിരുന്നു. സോ അതിന്റെ ഇനാഗുറൽ ഫംഗ്ഷന് നമ്മൾ പങ്കുചേർന്ന് അത് വളരെ മനോഹരമായി അവസാനിച്ച് അതിനുശേഷം ഒരു 11-11:30 ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് കണ്ണൂർക്കാണ്. ഈ തലേന്നുള്ള ദിവസം നമ്മൾ കണ്ണൂർ പോകുമോ എന്ന് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോഴേക്കും എന്റെ കൂടെ പഠിച്ച വിക്ടോറിയയിൽ ഉണ്ടായിരുന്ന ആൽവിനെ ഞാൻ കണ്ട ദിവസം ഞാൻ മറന്നുപോയി ആക്ച്വലി അവനും കൂടി അവിടെ ഉണ്ടാവുന്നു. ഓൾറെഡി എന്റെ മനസ്സിൽ മുന്നേ ഇവര് ബാപ്റ്റിസത്തിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു മോനോട് ആ ആൽവിനൊക്കെ ഉണ്ടാവുണ്ടായാലും. പക്ഷെ അവിടെ ചെന്ന് കണ്ടപ്പോ ഫുള്ള് സർപ്രൈസ് വൈബ്. നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഒരു പിക്ചർ എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വൈബിൽ അങ്ങ് നടക്കുമായിരുന്നു ഞാൻ ആ 2-3 ദിവസം. ഇപ്പൊ നിങ്ങൾ കാണുന്ന വിഷ്വൽസ് പോലും അവരും ഇവരും അങ്ങനെ എടുത്ത മിക്സഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ആണ്. നമ്മൾ പിന്നെ ഇനിയിപ്പോ എന്താ പരിപാടി എന്ന് പരസ്പരം നോക്കിയിരിക്കുമ്പോൾ അക്കി ബ്രോ എല്ലാരും കൂടി നമ്മളൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇന്ന് അവിടെ സ്റ്റേ അടിക്കാന്ന്. നമ്മൾ ഇവിടുന്ന് എടുത്ത ബീഫിന്റെ ബാക്കിയും കുറച്ച് കഞ്ഞിവെള്ളവും ബാക്കി കുറച്ച് സാധന സാമഗ്രികളും ഒക്കെ ആയിട്ട് അപ്പൊ അങ്ങനെ അക്കിബ്രോയുടെ ബാക്കിൽ നമ്മൾ കാർ ഫോളോ ചെയ്ത് അങ്ങനെ നമ്മൾ ആ വഴി എന്ന് പറഞ്ഞാല് ഒരു മലമുകൾ എന്ന് പറഞ്ഞാൽ മലമുകള് തന്നെ, ഒരു കുത്തന സ്റ്റീപ്പൊക്കെ ആയിട്ട് ഫുള്ള് നമ്മളൊരു റൈഡിൽ പോകുന്ന ഒരു വൈബായിരുന്നു. നമ്മള് കുറച്ചൊരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, ഓ നമ്മൾ ആക്ച്വലി ഹിൽ ടോപ്പിന്റെ മുകളിലാണ്, താഴേക്കുള്ള ഫുള്ള് ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ കാണാം. പക്ഷെ വീഡിയോയിൽ ഇപ്പൊ എത്ര ക്ലിയർ ആവുമെന്ന് അറിയില്ല. അപ്പൊ തന്നെ ഞാൻ ഗ്ലാസ് താഴ്ത്തി ഒരു വീഡിയോ എടുത്തു വെച്ചു, വെറുതെ ഒരു മനസ്സുഖം. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ റിസോർട്ടിൽ എത്തിയപ്പോ ഫുള്ള് വൈബ് ഓൺ ആൾക്കാർ. അവിടെ കുറെ ഫാമിലി ആയിട്ട് വന്നിട്ട് ഉള്ള ആൾക്കാരുണ്ട്. ഫാമിലി ഗെറ്റ് ടുഗദറിന് വന്ന് അവർ ഫുള്ള് എന്താ പറയാ സ്വിമ്മിംഗ് പൂളിലൊക്കെ പാട്ടൊക്കെ പാടി കളിച്ച് ചിരിച്ച് അങ്ങനെ ഇരുന്നു. അപ്പൊ നമ്മൾ റൂമിൽ പോയി എല്ലാരും ഫ്രഷ് ഒക്കെ ആയി. എന്നിട്ട് നമ്മുടെ കൊണ്ടുവന്ന കഞ്ഞിവെള്ളം എല്ലാം കുടിച്ച് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഡാൻസ് ഒക്കെ കളിച്ച് അടിപൊളിയായി ഒരു ഗെയിം ഒക്കെ കളിച്ച്. അതെന്താ ആ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 3ന്റെ മൾട്ടിപ്പിളില് നമ്മള് സൗണ്ട് ഉണ്ടാക്കണം. അങ്ങനെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കി കളിച്ച് കുറച്ചു നേരം പാട്ടൊക്കെ പാടി കുട്ടികളൊക്കെ ഇല്ലേ, അപ്പൊ നമ്മൾ നല്ല ആക്റ്റീവായിട്ട് അവരെല്ലാവരും ഉണർന്ന് നമ്മളൊരു 3 മണി വരെ ആക്റ്റീവായി ഇരുന്നിട്ട് രാവിലെ നമുക്ക് ട്രെക്കിങ്ങിന് പോവാം എന്ന് പറഞ്ഞ് കിടന്നുറങ്ങി. പക്ഷെ എല്ലാവരും നീട്ടപ്പൊക്കെ 8-9 ആയി, സ്വാഭാവികം അല്ലെ. എന്നാ ശരി പല്ലൊക്കെ തേച്ച് പുറത്തു പോയി ഒന്ന് ഇരിക്കാം എന്ന് പറഞ്ഞിരുന്നപ്പോ ആ മലയുടെ മുകളിൽ നിന്ന് കാണുമ്പോൾ നിന്നുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, ആകെ കുറച്ച് വീടുകളും കുറച്ച് കൺസ്ട്രക്ഷൻസും ആണ് നമുക്ക് താഴെ കാണാൻ പറ്റുന്നത്. ബാക്കി മൊത്തം മരങ്ങളും കാടും. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും പെട്ടെന്ന് റെഡിയായി അവിടെ ഒരു ട്രക്കിങ്ങിന് പോയി. അവിടുത്തെ ട്രക്കിംഗ് ആർക്കും എനർജി 0 ലെവൽ. കാരണം രാത്രി 3 മണി 4 മണിക്ക് കിടന്നിട്ട് എല്ലാവരും 8-8:30 ആകുമ്പോൾ നീട്ടും. ഉറക്കം കംപ്ലീറ്റ് അല്ല, എല്ലാവരും ഡ്രൈവ് ചെയ്ത് വന്നതാണ്. ആ ക്ഷീണം, നൈറ്റ് ഫുള്ള് ഡാൻസ് കളിച്ച ക്ഷീണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, രാത്രി ഇത്ര എനർജി ആയിട്ട് ഇരുന്നോണ്ട് 11-12 മണിക്ക് കഴിച്ച ഫുഡൊക്കെ എപ്പോഴേ ദഹിച്ച് ഒരു കാലിച്ചായ കുടിച്ചിട്ടാണ് എല്ലാരും കയറിയത്. ആർക്കും വയ്യ, സത്യം പറഞ്ഞാൽ ആർക്കും വയ്യ. എന്നാലും നമ്മൾ എല്ലാവരും കൂടി അങ്ങ് വർത്താനൊക്കെ പറഞ്ഞ് ചളിയൊക്കെ അടിച്ച് കുന്നും മലയും കയറി ഏറ്റവും ടോപ്പില് പോവാം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. അവിടെ എന്തൊരു രസകരമാണല്ലേ. നമുക്ക് ഇതുപോലുള്ള സുന്ദരമായിട്ടുള്ള മോർണിംഗ്സ് എപ്പോ കിട്ടും? വല്ലപ്പോഴും. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി വീഡിയോ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാഞ്ഞ്. ഐ ജസ്റ്റ് വോണ്ടഡ് ടു എൻജോയ്. എനിക്ക് ടീംസിന്റെ നോട്ടിഫിക്കേഷൻ ഇല്ല, കാരണം അവിടെ ഒന്നാമത് റേഞ്ച് ഇല്ലായിരുന്നു. ആ ഒരു നോട്ടിഫിക്കേഷൻ ഇല്ലാത്തൊരു സമാധാനം ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ മലയിന്നൊക്കെ ഇറങ്ങി. അത് കഴിഞ്ഞ് ഇവരുടെ കണ്ണൂർ വന്നിട്ട് നിങ്ങൾ കണ്ണൂർ ഫുഡ് കഴിക്കാതെ ഇങ്ങനെ പോവാ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സദ്യ കഴിക്കാനായിട്ട് പോയി. ഇലയുടെ ഈ തറ്റം തൊട്ട് ആ തറ്റം വരെ ചോറങ്ങ് അവര് വിളമ്പി ഫുൾ ചെറിയ പച്ചക്കറികളും പിന്നെ ഫുള്ള് ഫിഷാണ് അവിടെ മെയിൻ. ഫിഷൊക്കെ ആയിട്ട് വന്ന് ഫിഷ് ബീഫ് അത് ഇതൊക്കെ ഉണ്ട്. അതെല്ലാം കഴിച്ച് വയറ് നിറച്ച് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് യാത്ര തുടങ്ങി. അവിടെ ഒന്ന് കയറി അവരെ കണ്ട് വർത്താനം പറഞ്ഞ് നൈറ്റ് അവിടെ നിന്ന് ഇറങ്ങി വരാം എന്നായിരുന്നു നമ്മുടെ വിചാരം. ഈ ശില്പയുടെ അദ്യയുടെയും കൂടെ ഒരു പിക്ചർ പോലും ഞങ്ങളുടെ കയ്യിൽ ഇല്ല കേട്ടോ. അതാണ് വലിയ ഹൈലൈറ്റ്.
കാരണം നമ്മൾ ആ മൊമെന്റിൽ അങ്ങനെ അങ്ങ് എൻജോയ് ചെയ്തിരിക്കുക. എല്ലാം കഴിഞ്ഞ് റെഡിയായി നമ്മൾ പുറത്തിറക്കിയപ്പോ ഇതേ കിടക്കുന്നു ടയർ പഞ്ചർ. സ്റ്റെപ്പിനി എടുത്തിട്ട് അത് കഴിഞ്ഞ് പോകുന്ന വഴി അതിനെ ബിക്ക് ചെയ്ത് പഞ്ചർ ഒട്ടിച്ച് പിന്നെ നമ്മൾ ഇങ്ങനെ പോയി. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കവർ ചെയ്യാനാണെങ്കിലോ ഒരൊറ്റ ദിവസം. അവരുടെ ഫേവറേറ്റ് സ്പോട്ടുകളിലേക്ക് നമ്മളെ കൊണ്ടുപോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവര് നമ്മളെ ഇഷ്ടപ്പെട്ട് അവരുടെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവാ, അവര് പോയ സ്ഥലങ്ങളിൽ കൊണ്ടുപോവാ, നമ്മളെ അത് കാണിക്കണം എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ്, അതൊരു പ്രത്യേക ഫീലിംഗ് ആണല്ലേ. ഫീലിംഗ് ലവ്ഡ്, അതൊരു വല്ലാത്ത സംഭവം തന്നെ. നീട്ടപ്പം കിട്ടുന്നത് ഫിഷ് മോളി, നൂൽപ്പിട്ട്, പത്തിരി. അടിപൊളിയായിട്ട് നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ എല്ലാം കഴിച്ചു. ശില്പയ്ക്ക് എനിക്കൊരു പ്രഗ്നൻസി ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടായിരുന്നു. പലപ്പോഴും ഈ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ലേഡീസിനെ നമ്മൾ പോയി കാണും, കുട്ടി എങ്ങനെയുണ്ട്, അവരെങ്ങനെയുണ്ട് എന്നൊക്കെ ആദ്യം ചോദിക്കും. പ്രഗ്നൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കുട്ടിയുടെ അടുത്തേക്കാണ് വൈബ് അല്ലെ. ആ ഒരു പേഴ്സണെ നമ്മൾ ആരും അത്ര ചിന്തിക്കുകയില്ല. സോ അവർക്കിപ്പോ ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ മൂഡ് ലിഫ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും അതൊക്കെ അവർ ചിന്തിക്കും വേണമെന്ന്. ഈ കാര്യങ്ങൾ കുറച്ചൊന്ന് സൈഡ് ലൈൻ അല്ലെങ്കിൽ ഒരു സാക്രിഫൈസ് ആയി പോകും ഒബ്വിയസ്ലി, കാരണം അവരുടെ പ്രയോറിറ്റി ആ സമയത്ത് അങ്ങനെയല്ല. പക്ഷെ എന്നാലും ഈ സൈഡും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ശില്പയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സ്കിൻ കെയർ പോലെയോ ഒരു ബോഡി കെയർ പോലെയോ ഒരു സെൽഫ് കെയർ കിറ്റ് പോലെ എന്തെങ്കിലും വാങ്ങാനായിരുന്നു എന്റെ മൈൻഡിൽ. എല്ലാം കഴിഞ്ഞ് എൻലെസ് ആയിട്ടുള്ള ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു തന്നെ അന്ന് വരികയായിരുന്നു. ആ ഒരു 2-3 ദിവസം ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി ആയിരുന്നു. ഇത്രയും നല്ലൊരു ഫ്രണ്ട്സ് ലൈക്ക് ഫാമിലി എന്ന് പറയുന്നത് തന്നെ ഒരു വേറൊരു ഫീലിംഗാണ്. ഇവര് മാത്രമല്ല കേട്ടോ, ഇതിൽ വിട്ടുപോയ വേറെ ആൾക്കാർ ഒരുപാടുണ്ട്. സോ യാ, I just want to end 2024 with a very good note.